hello my dear students, welcome back to a new study session. അപ്പോൾ ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഒട്ടുമിക്കവരും തന്നെ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടു കാണാതിരിക്കാനും നല്ല ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് നമ്മുടെ ലേറ്റസ്റ്റ് RTP, നിങ്ങൾക്കുള്ള ലേറ്റസ്റ്റ് RTP ആയ സെപ്റ്റംബർ 25 വന്ന സെയിൽ ഓഫ് ഗുഡ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇറ്റ്സ് ലിറ്റിൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കത് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് ക്വസ്റ്റ്യൻ വായിക്കാം, ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? രാഘവ് അറേഞ്ചസ് ആൻ ഓപ്ഷൻ ടു സെയിൽ ആൻ ആന്റിക് വാൾ ക്ലോക്ക്. ആരാണ് അറേഞ്ച് ചെയ്തത്? നമ്മുടെ ഓപ്ഷൻ ആരാ അറേഞ്ച് ചെയ്തത്? രാഘവ് ആണ് അറേഞ്ച് ചെയ്തത്. ഓപ്ഷൻ അറേഞ്ച് ചെയ്യുന്ന ആളാരാണ്? നമ്മുടെ ഏജന്റ് ഓഫ് ദ സെല്ലർ. നമ്മൾ പഠിച്ചത് ഓപ്ഷൻ എന്താണ്? ഓപ്ഷനിയർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ കേസിൽ ഈ കേസ് സ്റ്റഡിയിൽ ആരാണ് നമ്മുടെ ഓപ്ഷനിയർ? രാഘവ് ആണ്. എന്തുകൊണ്ട്? രാഘവ് അറേഞ്ചസ് ആൻ ഓപ്ഷൻ ടു സെയിൽ. രാഘവ് അല്ലേ അറേഞ്ച് ചെയ്യുന്നത്? ഓക്കെ, രാഘവ് ആരാണ് നമ്മുടെ കേസിൽ? ഓപ്ഷനിയർ. ആരാണ് ഈ ഓപ്ഷനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഏജന്റ് ഓഫ് ദ സെല്ലർ ആണ്. എന്താണ് നമ്മുടെ ഓപ്ഷന്റെ സബ്ജക്ട് മാറ്റർ? എന്താണ്? ആന്റിക് വാൾ ക്ലോക്ക്, സെയിൽ ഓഫ് ആന്റിക് വാൾ ക്ലോക്ക്. ഓക്കെ, ദീപ ബീങ് വൺ ഓഫ് ദ ബിഡേഴ്സ്. ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ദീപ എന്ന് പറയുന്ന ഒരാള് ആരാണ്? വൺ ഓഫ് ദ ബിഡർ ആണ്. ദീപ ബിഡർ, വൺ ഓഫ് ദ ബിഡേഴ്സ് ആണ്. ഗിവ്സ് ദ ഹയസ്റ്റ് ബിഡ്. ഓക്കെ, ദീപയാണ് ഈ ബിഡ്, നമ്മുടെ ഈ ഓപ്ഷനിൽ നടക്കുന്നതിൽ ഹയസ്റ്റ് ബിഡ് പറഞ്ഞിരിക്കുന്ന ആള് ദീപയാണ്. ഓക്കെ, ഫോർ അനൗൺസിങ് ദ കംപ്ലീഷൻ ഓഫ് ദ സെയിൽ ദ ഓപ്ഷനിയർ ഫോൾസ് ഹാമർ ഓൺ ദ ടേബിൾ. എന്താണ് നോർമലി എന്താണ് നമ്മുടെ ഓപ്ഷൻ സെയിൽ എപ്പോഴാണ് കംപ്ലീറ്റ് ആവാ? അറിയാലോ, സെക്ഷൻ 64 എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഓപ്ഷൻ സെയിൽ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? ഓൺ ദ ഫോൾ ഓഫ് ഹാമർ ഓർ എനി അതർ കസ്റ്റമറി മാനർ. എന്നാൽ മാത്രമാണ് നമ്മുടെ ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, നമ്മുടെ ഇവിടെ എന്താ സംഭവിച്ചത്? ഫോർ അനൗൺസിങ് ദ കംപ്ലീഷൻ ഓഫ് ദ സെയിൽ എന്ത് ചെയ്തു? ദ ഓപ്ഷനിയർ ഫോൾസ് ദ ഹാമർ ഓൺ ദ ടേബിൾ. ബട്ട് അത് അടുത്ത് നമുക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ബട്ട് സഡൻലി ദ ഹാമർ ബ്രേക്സ്. എന്ത് പറ്റി? ഈ അടിക്കാൻ പോയ ഉടനെ തന്നെ ടേബിളിൽ തട്ടിയപ്പോൾ അത് ബ്രേക്ക് ആയിപ്പോയി. ബ്രേക്ക് ആകാൻ മാത്രമല്ല, ആൻഡ് ഡാമേജസ് ദ ക്ലോക്ക്. എന്തായിരുന്നു? നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ ആയ നമ്മുടെ ക്ലോക്കിനെ തന്നെ അത് ഡാമേജ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് സെന്റൻസിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ദീപ വാണ്ട്സ് ടു അവോയ്ഡ് ദ കോൺട്രാക്ട്. അല്ലെ, സബ്ജക്റ്റ് മാറ്റർ ആയിരുന്ന ക്ലോക്ക് തന്നെ അവിടെ നശിച്ച് അവിടെ ബ്രേക്ക് ആയിപ്പോയി, ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ദീപയ്ക്ക് എന്ത് ചെയ്യണം? ഈ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യണം. ക്യാൻ ഷീ ഡു സോ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. ഇതാണ് ദീപയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കണ്ടോ, ദീപയ്ക്ക് ഈ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്ഷൻ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? 64 പറയുന്നത് എന്താ? സെക്ഷൻ 64 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്താ പറയുന്നത് ശരിക്കും? ഈ ഓപ്ഷൻ സെയിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മോഡാണല്ലേ, ഒരു മോഡ് ഓഫ് സെല്ലിങ് എനി പ്രോപ്പർട്ടി അല്ലേ. നമ്മൾ പബ്ലിക്കലി കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഓപ്ഷൻ നമ്മൾ എന്താണോ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സബ്ജക്ട് മാറ്റർ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ബിഡ് സ്വീകരിക്കും അല്ലെ. പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് ബിഡ് സ്വീകരിച്ചിട്ട് എന്നിട്ട് ഹയസ്റ്റ് ബിഡ് ആരാണോ പ്രൈസ് കോട്ട് ചെയ്യുന്നത് അയാൾക്കാണ് നമ്മൾ സെയിൽ നടത്തുന്നത്. ഇതാണ് ഒരു ഓപ്ഷൻ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പബ്ലിക്കലി ഒരു ഗ്യാതറിംഗ് ഉണ്ട്, അവിടെ പബ്ലിക്കലി ഇത്ര ആൾക്കാരെ വിളിച്ചിട്ട് അതിനകത്ത് നിന്ന് ഹയസ്റ്റ് ബിഡ് ആരാണോ സെലക്ട് ചെയ്യുന്നത് അവർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇത് പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഓപ്ഷൻ സെയിൽ എന്ന് പറഞ്ഞാൽ. ഈ ഓപ്ഷൻ സെയിലിൽ തന്നെ ഓപ്ഷനിയർ ആണ് ഈ ഓപ്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്, ഹു ഇസ് എൻ ഏജന്റ് ഓഫ് ദി സെല്ലർ അല്ലെ. അതുപോലെ തന്നെ ഇത് വിളിക്കുന്ന നമ്മൾ എന്താ ഹയസ്റ്റ് ബിഡ് വിളിക്കുന്ന ആള് നമ്മൾ ബിഡേഴ്സ് എന്നൊക്കെ പറയും അല്ലെ. ഓക്കെ, ഇത്രയുമാണ് ഈ ഓപ്ഷൻ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 64 പ്രകാരം. അതുപോലെ തന്നെ ഇതിന് കുറച്ച് ലീഗൽ റൂൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ വായിച്ചിട്ടുണ്ടാവില്ലേ? ലീഗൽ റൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്തിരിക്കണം? സെപ്പറേറ്റ് ലോട്ട്സ് ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടെങ്കിൽ ഓരോ ലോട്ടും എന്തായിരിക്കും? സെപ്പറേറ്റ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആയിരിക്കും, അത് ഒരുമിച്ചായിരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മുടെ ഈ ഓപ്ഷൻ കംപ്ലീറ്റ് ആവാന്നും കൂടി നമ്മുടെ ഈ സെക്ഷൻ 64 പറയുന്നുണ്ട്. ഓൺലി ബൈ ഈ സെയിൽ ഓഫ് നമ്മുടെ ഈ ഓപ്ഷൻ സെയിൽ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? ഓൺലി ബൈ ദ ഫോൾ ഓഫ് ഹാമർ അല്ലെങ്കിൽ എനി അതർ കസ്റ്റമറി മാനർ. ഏതാണോ അങ്ങനെ ബൈ ഫോൾ ഓഫ് ഹാമർ ആണ്. ബൈ ഫോൾ ഓഫ് ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഹാമർ കയ്യിലെടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീഷൻ ആവോ? നമ്മുടെ ഈ ഓപ്ഷനിയർ ഹാമർ കയ്യിലെടുത്തു, അപ്പൊ അത് കംപ്ലീഷൻ ആവോ? നമുക്ക് കൂട്ടാൻ പറ്റുമോ അങ്ങനെ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇനി ഓക്കെ, നമ്മുടെ ഓപ്ഷനിയർ ഈ ഹാമർ ടേബിളിൽ അടിക്കാൻ ഒരുങ്ങി, റെഡിയായി, അടിച്ചിട്ടില്ല, അടിക്കാൻ റെഡിയായി, അപ്പോഴും കംപ്ലീറ്റ് ആവോ നമ്മുടെ ഈ ഓപ്ഷൻ സെയില്?
ഇല്ല. ഓക്കെ, ടേബിളിൽ അടിച്ചിട്ട് അങ്ങനെ തന്നെ പോസ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പോഴും നമ്മുടെ നമ്മുടെ ഈ സെയിൽ കംപ്ലീറ്റ് ആവോ? ഇല്ല, അപ്പോഴും കംപ്ലീറ്റ് ആവില്ല. ബിക്കോസ് ഈ ഫോൾ ഓഫ് ഹാമർ എന്ന് പറയുമ്പോൾ ആ ഹാമർ ടേബിളിൽ അടിച്ച് അത് ബാക്ക് ടു ദി നോർമൽ പൊസിഷൻ ആയാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ആ ഓപ്ഷൻ സെയിൽ ഈ കംപ്ലീഷൻ ഓഫ് ഈ ഫോൾ ഓഫ് ഹാമർ ആവുള്ളൂ, എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ഓഫ് ഓപ്ഷൻ സെയിൽ ആവുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരിക്കലും ഈ ടേബിളിൽ അടിച്ചു അല്ലെങ്കിൽ അടിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അതൊരിക്കലും നമ്മുടെ ഓപ്ഷൻ സെയിൽ കംപ്ലീഷൻ ആവില്ല. ഓക്കെ, നമ്മുടെ ഈ കേസിൽ എന്താണ്, ദീപ എന്ന് പറഞ്ഞ ഒരാളാണ് ഹയസ്റ്റ് ബിഡ് വിളിച്ചത്. അപ്പോൾ അയാൾക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ആന്റിക് വാൾ ക്ലോക്ക് സെയിൽ ചെയ്യാൻ പോകുന്നത് ദീപയ്ക്കാണ്. ഓക്കെ, ഇനി എന്താണ്, അനൗൺസിങ് ദ കംപ്ലീഷൻ ഓഫ് ദ സെയിൽ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഓപ്ഷനിയർ ഫോൾ ഓഫ് ഹാമർ നടത്താൻ പോയി ടേബിളിൽ. ബട്ട് സഡൻലി എന്ത് പറ്റി, ഈ ഹാമർ ഒടിഞ്ഞ് നമ്മുടെ ആന്റിക് വാൾ ക്ലോക്ക് ഡാമേജ് ആയിപ്പോയി. അപ്പൊ എന്താണ്, നിങ്ങൾ ഈ പ്രൊവിഷനായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞേ എന്ത് ചെയ്യാൻ പറ്റും. ഇത് സെയിൽ, ഇതിപ്പോ ദീപ വാണ്ട്സ് ടു അവോയ്ഡ് ദ കോൺട്രാക്ട് ആണ്. ദീപയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? കാരണം ഈ ഹാമർ ടേബിളിൽ അടിച്ചത് ബ്രേക്കായി, എന്ത് പറ്റി, നമ്മുടെ ഈ ആന്റിക് വാൾ ക്ലോക്ക് തന്നെ നശിച്ചുപോയി. ദീപ എന്നല്ല, ആരായിരുന്നാലും ഇനി ആ സാധനം എടുക്കോ, ഇനി ആ സാധനം ഉപയോഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം നമ്മുടെ സബ്ജക്ട് മാറ്റർ ആയ നമ്മുടെ ഈ ആന്റിക് വാൾ ക്ലോക്ക് തന്നെ നശിച്ചുപോയി. അപ്പൊ ദീപയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഈ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യണം ദീപയ്ക്ക്. ഇപ്പോൾ അതെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്കാണ് ദീപ സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ ദീപയ്ക്ക്? അഫ്കോഴ്സ് ചെയ്യാൻ പറ്റും അല്ലേ? കാരണം പ്രൊവിഷനായിട്ട് നിങ്ങളൊന്ന് ലിങ്ക് ചെയ്ത് നോക്കിയേ. ഈ ഫോൾ ഓഫ് ഹാമർ കംപ്ലീറ്റ് ആയോ? നമ്മുടെ ഈ പ്രൊവിഷൻ പ്രകാരം അത് കംപ്ലീഷൻ വന്നോ? ഇല്ലല്ലോ. അങ്ങനെ കംപ്ലീഷൻ വരാത്തിടത്തോളം ആ ഓപ്ഷൻ നടന്നിട്ടില്ല, അങ്ങനെ ഒരു സെയില് കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, നമ്മുടെ ദീപയ്ക്ക് ഈ കോൺട്രാക്റ്റിൽ നിന്ന് മാറാം. അതിനൊരു ലോസ് ഓഫ് ഡാമേജും ദീപയ്ക്ക് വഹിക്കേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി ആൻസർ എങ്ങനെ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ, നമ്മളിതൊരു 5 മാർക്സിനാണ് വന്നതെന്ന് വിചാരിക്കാം ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന്. എന്നിട്ടാണ് നമ്മളിത് ആൻസർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് ഏതിൽ വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാലോ, RTP September 25 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, നമുക്കിനി എങ്ങനെയാണ് ഇതിന്റെ ആൻസർ എഴുതണേ നോക്കാം. ഓക്കെ, ഇത് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1. അങ്ങനെ ആദ്യം ഹെഡിങ് കൊടുക്കാം. കേസ് സ്റ്റഡി എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യുന്നത്, പ്രൊവിഷൻ അല്ലേ ആദ്യം എഴുതുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് ഹെഡിങ് കൊടുക്കണം, പ്രൊവിഷൻ. ഓക്കെ, പ്രൊവിഷൻ ഞാൻ കൊടുത്തു. ഏതാ പ്രൊവിഷൻ, ഏതാ സെക്ഷൻ 64 ആണ്. ഇനി നമുക്ക് 64 എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പക്ഷേ ഈ 64 എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ 64 കംപ്ലീറ്റ് എഴുതി അതിലെ ലീഗൽ റൂൾസും പ്രൊവിഷൻസും ഒക്കെ നിങ്ങൾ എഴുതണോ? ഈ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അത്ര എഴുതേണ്ട കാര്യമുണ്ടോ? നമുക്ക് അപ് ടു ദ പോയിന്റ് എഴുതിയാൽ പോരെ. എന്താണ് നമ്മുടെ ഇതിനകത്ത് പോയിന്റ്, എന്താ ഈ കേസ് സ്റ്റഡിയിൽ എന്താണ് പോയിന്റ്, കംപ്ലീഷൻ ആയോ ഈ ഫോൾ ഓഫ് ഹാമർ വന്നപ്പോൾ നടന്നു. അങ്ങനെയാണ് ഏത് പ്രൊവിഷനാണ് അപ്പോൾ ആപ്ലിക്കബിൾ ആവാം, നമ്മൾ 64 പ്രകാരം നമുക്കത് എഴുതി തുടങ്ങാം. ഞാൻ ഇങ്ങനെ എഴുതുന്നത്, ബൈ വോച്ച് ഓഫ് സെക്ഷൻ 64 ഓഫ് എന്താണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. എന്താണ്, ഇൻ കേസ് ഓഫ് ഓപ്ഷൻ സെയിൽ ദ സെയിൽ ഈസ് കംപ്ലീറ്റ്. സെയിൽ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത് മാത്രം നമ്മൾ എഴുതിയാൽ പോരെ. സെയിൽ ഈസ് കംപ്ലീറ്റ് വെൻ ആര്, ദ ഓപ്ഷനിയർ അനൗൺസസ്, എന്ത് ചെയ്യണം, അനൗൺസസ് ഇറ്റ്സ് കംപ്ലീഷൻ ബൈ, എന്ത് ചെയ്യണം, ബൈ ഫോൾ ഓഫ് ദ ഹാമർ, അല്ലെങ്കിൽ ഓർ ഇനി അത് കസ്റ്റമറി മാനർ, കസ്റ്റമറി മാനർ. ശരിക്കും ഇത്രയല്ലേ നമ്മൾ എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും നമ്മൾ പ്രൊവിഷനിൽ എഴുതേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് എല്ലാ നമ്മൾ ലീഗൽ റൂൾസ് എല്ലാം നമ്മൾ ഈ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ എഴുതി വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊവിഷൻ. അപ് ടു ദ പോയിന്റ് നമ്മൾ കറക്റ്റ് പ്രൊവിഷൻ എഴുതി. ഇനി എന്താണ് നമുക്ക് നെക്സ്റ്റ് എഴുതാനുള്ളത്, അനാലിസിസ് അല്ലേ. അത് നമ്മൾ കേസ് സ്റ്റഡിയിലെ ക്രക്സ് തന്നെയല്ലേ നമ്മൾ എഴുതുന്നത്. എന്താണ് നമ്മുടെ കേസ് സ്റ്റഡിയിലെ ക്രക്സ്, നമ്മൾ A to Z എഴുതണോ? വേണ്ട. ആര് അറേഞ്ച് ചെയ്ത ഓപ്ഷൻ ആയിരുന്നു ഇത്, നമ്മുടെ രാഘവ് അറേഞ്ച് ചെയ്ത ഓപ്ഷനിൽ ദീപ ഹയസ്റ്റ് ബിഡ് ചെയ്തു. പക്ഷെ എന്ത് പറ്റി, കംപ്ലീഷന്റെ സമയത്ത് നമ്മുടെ ഫോൾ ഓഫ് ഹാമർ ബ്രേക്ക് ചെയ്ത സമയത്ത് എന്ത് പറ്റി, ബ്രേക്കായി, ഹാമർ ബ്രേക്കായി. അതുകൊണ്ട് നമ്മുടെ എന്ത് പറ്റി, നമ്മുടെ ആന്റിക് വാൾ ക്ലോക്കിന് ഒരു ഡാമേജ് സംഭവിച്ചു. ഇതല്ലേ നമ്മുടെ അനാലിസിസ്, ഇതല്ലേ നമ്മുടെ സിറ്റുവേഷൻ. ഓക്കെ, നമുക്ക് അനാലിസിസ് എങ്ങനെ എഴുതണേന്ന് നോക്കാം. സൈഡ് ഹെഡിങ് കൊടുക്കുക, അനാലിസിസ്. ഓക്കെ, എന്താണ് ഇൻ ദ ഗിവൺ കേസ്
ആരാണ്? ദീപ അല്ലേ ഹയസ്റ്റ് ബിഡ് ചെയ്തേ? ദീപ ഗിവ്സ് ദ ഹയസ്റ്റ് ബിഡ് ആണല്ലേ, ഹയസ്റ്റ് ബിഡ് ഇൻ ദ ഓപ്ഷൻ ഫോർ ദ സെയിൽ ഓഫ് ആൻ, എന്താണ്, എന്തിന്റെ സെയിലാണ്? ആന്റിക് വാൾ ക്ലോക്ക് വിച്ച് വാസ് അറേഞ്ച്ഡ് ബൈ രാഘവ് അല്ലേ? എന്ത് പറ്റി? വൈ അനൗൺസിംഗ്, എന്തൊരു കംപ്ലീഷൻ അനൗൺസ് ചെയ്യുന്ന സമയത്തല്ലേ സംഭവിച്ചത്? വൈ അനൗൺസിംഗ് ദ കംപ്ലീഷൻ ഓഫ് സെയിൽ എന്ത് ചെയ്തിട്ട്? ബൈ ഫോൾ ഓഫ് ഹാമർ ഓൺ ദ ടേബിൾ അല്ലേ, ഓൺ ദ ടേബിൾ ഹാമർ ബ്രേക്സ് അല്ലേ, ഹാമർ ബ്രേക്ക് ആയി ആൻഡ് ഡാമേജസ് ക്ലോക്കിന് ഡാമേജും സംഭവിച്ചു. എന്ത് പറ്റി? ഈ നമ്മൾ ഫോൾ ഓഫ് ഹാമർ ബ്രേക്ക് ആയി പോയതോടുകൂടി എന്ത് സംഭവിച്ചു? നമ്മുടെ ക്ലോക്ക് ഡാമേജ് സംഭവിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ അനാലിസിസ്. ഇനി എന്താണ് നമ്മുടെ കൺക്ലൂഷൻ? നമ്മുടെ മെയിൻ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്താണ്? ഇത്തരം അനാലിസിസിൽ എഴുതാൻ മതി. ഇനി നമ്മുടെ മെയിൻ പാർട്ട് എന്താണത്? കൺക്ലൂഷൻ. ഇനി കൺക്ലൂഷൻ എന്താണ്? നമ്മുടെ കൺക്ലൂഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫോൾ ഓഫ് ഹാമർ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? ഹാമർ ടേബിളിൽ അടിച്ച് ബാക്ക് ടു ഇറ്റ്സ് നോർമൽ പൊസിഷൻ വന്നാൽ മാത്രമാണ് ആ സെയിൽ അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മുടെ കേസിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? അടിച്ച ടേബിളിൽ എത്തിയപ്പോൾ തന്നെ അത് ബ്രേക്ക് ആയിപ്പോയി. അപ്പൊ അതൊരിക്കലും കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് ഇവിടെ നമ്മുടെ കേസിൽ ആരായിരുന്നു? ദീപയായിരുന്നില്ലേ? അപ്പൊ ദീപയ്ക്ക് ഒരിക്കലും അതിന്റെ ലോസ് ബെയർ ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് ഈസിലി ഷീ ക്യാൻ അവോയ്ഡ് ദ കോൺട്രാക്ട്. അതല്ലേ നമ്മുടെ കൺക്ലൂഷൻ? നമുക്ക് അതും കൂടി എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ കൺക്ലൂഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? നമ്മൾ തുടക്കത്തിൽ ഓൺ ദ ബേസിസ് ഓഫ് ദ എബവ് പ്രൊവിഷൻ, നമ്മൾ പ്രൊവിഷനെ ലിങ്ക് ചെയ്തിട്ടില്ലേ നമ്മൾ കൺക്ലൂഷൻ ഫോം ചെയ്തത്? അപ്പൊ അങ്ങനെ എഴുതണേ. ഓൺ ദ ബേസിസ് ഓഫ് ദ എബവ് പ്രൊവിഷൻസ് it can be concluded that, അങ്ങനെ എഴുതണേ. It can be concluded that sale by auction cannot be completed until the hammer comes in its normal position അല്ലേ? നോർമൽ പൊസിഷനിൽ വന്നാൽ മാത്രമാണ് എന്താവുള്ളൂ? ആ സെയിൽ അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. നോർമൽ പൊസിഷൻ ആഫ്റ്റർ falling on to the table അല്ലേ? ടേബിൾ പ്ലേസ് ചെയ്തിട്ട് കമ്മിങ് ബാക്ക് ടു ടേബിൾ നമ്മൾ ഫോളോ ചെയ്തതിനു ശേഷം ഹാമർ കമ്മിങ് ബാക്ക് ടു നോർമൽ പൊസിഷനിൽ വന്നാൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുള്ളൂ? ഈ സെയിൽ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഹെൻസ് ഇൻ ദ ഗിവൻ കേസ് the sale is not completed അല്ലേ? സെയിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ ആരാണ്? ദീപ will not be, ദീപ ലയബിൾ ആവോ അല്ലയോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആൻസർ മെൻഷൻ ചെയ്യണ്ടേ? ദീപ will not be liable for loss and she can avoid the contract അല്ലേ? ദീപയ്ക്ക് കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാനും പറ്റും. അതാണ് നമ്മുടെ കൺക്ലൂഷൻ. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞു, നമ്മുടെ ആൻസർ ഫിനിഷ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ വേണം ഒരു ആൻസർ നമ്മൾ പ്രസന്റ് ചെയ്യാൻ ഈ കേസ് സ്റ്റഡി. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ സ്പെസിഫിക്കലി ഒരു പ്രൊവിഷൻ, ഇപ്പൊ ഈ സെക്ഷൻ 64 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യനിനകത്ത് നമ്മൾ 64 സെക്ഷൻ കംപ്ലീറ്റ് എഴുതി വെച്ചോ? ഇല്ലല്ലോ. അപ് ടു ദ പോയിന്റ് ഏതാണോ ആ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആവുന്നത് അത് മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ പ്രൊവിഷനകത്ത്. അപ്പൊ അതുപോലെയുള്ള കേസ് സ്റ്റഡി കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെയുള്ള ആൻസറുകളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് നിന്ന് ഫുൾ ആ സെക്ഷൻ 64 A to Z എഴുതി വെക്കണമെന്ന് ചോദിക്കുന്നില്ല. ഏതാണോ അപ് ടു ദ പോയിന്റ് ആ കാര്യം മാത്രം മെൻഷൻ ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് റിക്വയർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ തന്നെയാണ് നിങ്ങൾ ആൻസർ പ്രസന്റ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ അറിയാവുന്നതൊക്കെ എഴുതി വെക്കും, ചിലപ്പോൾ അത് വാല്യൂ ചെയ്യണമെന്നില്ല, അത് കാണണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ മാർക്ക് അവിടെ വെറുതെ പോവും, നിങ്ങളുടെ ടൈമും പോവും. അപ്പൊ ടൈമിനകത്ത് നിങ്ങൾക്ക് എക്സാം ഫിനിഷ് ചെയ്യാനും പറ്റില്ല ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഏതാണോ അപ് ടു ദ പോയിന്റ് ആ കാര്യം മാത്രം പ്രൊവിഷനിൽ നീറ്റ് ആയിട്ട് എഴുതുക, അനാലിസിസ് എഴുതുക ആൻഡ് യുവർ കൺക്ലൂഷൻ. അതാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. നോർമലി ഞാൻ എല്ലാ സെഷനിലും ഞാൻ പറയുന്നതാണ് പ്രൊവിഷൻ എത്ര മാർക്ക് കിട്ടും. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പ്രൊവിഷന് 2 മാർക്ക് കിട്ടും, അനാലിസിസിന് 1 മാർക്കാണ്. പിന്നെ അതുപോലെ തന്നെ കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാലും 2 മാർക്കാണ്. കൺക്ലൂഷനും പ്രൊവിഷനും ഇസ് വെരി ഇമ്പോർട്ടന്റ്. അനാലിസിസ് അറിയാലോ, അതിന്റെ ക്രക്സ് അനുസരിച്ച് സമ്മറൈസ് ചെയ്ത് നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കേസ് സ്റ്റഡി ഡിസ്കഷൻ. അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കുക, ഒന്നും കൂടി സ്വന്തമായിട്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. നിങ്ങൾക്ക് ആ പ്രൊവിഷൻ ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യും, ഒരു റിവിഷൻ പോലെ ആവും. ഓക്കെ, ആ സെക്ഷനും കൂടി എല്ലാം നോക്കണേ. കാരണം ലേറ്റസ്റ്റ് RTPയിൽ ചോദിച്ച കാരണം കൊണ്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിനകത്ത് ക്വസ്റ്റ്യൻ വരാനായിട്ട് ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ അത് പഠിക്കുക നന്നായിട്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, ബൈ.